സംസ്ഥാനത്ത് കനത്ത ചൂട് വോട്ടർമാരെ തളർത്തി. വിവിധ ബൂത്തുകളിൽ തളർന്നു വീണ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത ചൂടിനൊപ്പം ഉഷ്ണതരംഗവും എത്തിയത് വിവിധ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തെ ബാധിച്ചു. കനത്ത ചൂടും ഉഷ്ണതരംഗവും അനുഭവപ്പെടുന്നതിനാൽ ചൂട് വർദ്ധിക്കും മുമ്പ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. വോട്ടുറപ്പിക്കാൻ മുന്നണികളും ചൂട് വീശും മുമ്പേ മിക്ക വോട്ടർമാരെയും ബൂത്തിലെത്തിച്ചു. പക്ഷേ സമയം രാവിലെ 11 പിന്നിട്ടതോടെ കഥ മാറി. ചൂട് ഉയരുന്നതിനൊപ്പം സംസ്ഥാനത്തെ പോളിംഗ് ശതമാനവും ഗണ്യമായി കുറഞ്ഞു. പാലക്കാട്, കൊല്ലം, തൃശൂർ തുടങ്ങി മിക്ക മണ്ഡലങ്ങളിലെയും വോട്ടർമാർ കനത്ത ചൂടിൽ വലയുന്ന കാഴ്ചയാണ് ഉച്ചയ്ക്ക് 1:30 മണിവരെ കണ്ടത്. ഇത്രയും നേരം കുട്ടികളെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂട് കൊണ്ടും തിരക്ക് വരുന്നതാണ്. നിവൃത്തിയില്ല, കാരണം ചെയ്യാതിരിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും വോട്ട് ചെയ്തേ ഭക്ഷണമോ കൂടുതലായിട്ടുള്ളത്. നല്ല ഇതുണ്ട്, ചൂടുണ്ട്, കുറച്ച് നേരം നിൽക്കണം. ചൂട് സഹിക്കുന്നില്ല, കണ്ടില്ലേ, വെള്ളം കൊണ്ട് ഉഷ്ണം അത്രയും കൂടുതലായി. പിന്നെ പോളിംഗ് തിരക്കും ഉണ്ടായിരുന്നു. ചില ബൂത്തുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ കുടിവെള്ളവും തണലും ഇല്ലാത്തത് പ്രതിഷേധത്തിനിടയാക്കി. ഉച്ചയ്ക്ക് 2 മണിയോടെ പോളിംഗ് വീണ്ടും ട്രാക്കിലായി. ചൂട് കാരണം വോട്ട് ചെയ്യാൻ മടിച്ചു നിന്നവരെല്ലാം വെയിൽ താഴുന്നതും ബൂത്തുകളിലെത്തി. പോളിംഗ് അവസാനിക്കുന്ന 6 മണിക്ക് ശേഷവും നീണ്ട നിരയായിരുന്നു സംസ്ഥാനത്തെ മിക്ക ബൂത്തുകളിലും. അതിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി വോട്ട് ചെയ്യാനെത്തിയ 9 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ടായിരുന്ന പാലക്കാട് ജില്ലയിൽ മാത്രം 3 പേരാണ് മരിച്ചത്. റിപ്പോർട്ടർ, പാലക്കാട്.